അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. ഇൻഷാ അല്ലാഹ് ഞാനൊരു അമൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ആഗ്രഹങ്ങൾ 7 ദിവസത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ഈ അമൽ നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, രോഗികളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ മഹത്തായ അമൽ എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഈ അമൽ നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരുന്നതാണ്. ഒരുപാട് പേർക്ക് വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ്. വിശുദ്ധ റമളാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ കൂലി മറ്റൊന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പരിശുദ്ധ റമളാനിലെ റഹ്മത്തിന്റെ പത്ത് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ കഴിഞ്ഞുപോയ 10 ദിവസങ്ങളും അമൽ കൊണ്ട് സജീവമായിരുന്നോ അതോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിനോട് എത്ര പേരാണ് റഹ്മത്തിനെ ചോദിച്ചത്? പാതിരാത്രിയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് റബ്ബേ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും എന്റെ ഇണയ്ക്കും എന്റെ എല്ലാ മേഖലകളിലും നീ റഹ്മത്ത് നൽകണേ അല്ലാ എന്ന് എത്ര പേരാണ് അള്ളാഹുവിനോട് ചോദിച്ചത്? എത്ര പേരാണ് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് റഹ്മത്തിന്റെ 10 കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് എത്ര പേര് അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിച്ചു? എത്ര പേർക്ക് കിട്ടി? പടച്ചവനെ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നീ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീ വിശാലത നൽകണേ അല്ലാ. വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപകടങ്ങളും അപകടമരണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഇണകൾ അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സഹാബാക്കളോട് പറയുകയാണ്, സഹാബ നിങ്ങൾ നോമ്പുകാരനായി നോമ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് തുറക്കുന്നത് വരെ ഒരു യഥാർത്ഥ നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘങ്ങൾക്കപ്പുറത്തേക്ക് അത് സ്വീകരിക്കാൻ വേണ്ടി മാലാഖമാർ കൊണ്ടുപോകുന്നതാണ്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നോമ്പുകാരാ നിന്റെ നോമ്പ് നിന്റെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഒരു നിമിഷം പോലും നീ പാഴാക്കി കളയല്ലേ. ഈ നോമ്പ് പിടിച്ചുകൊണ്ട് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. ഒരു യഥാർത്ഥ നോമ്പുകാരനാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രാർത്ഥനകൾ തട്ടിക്കളയുകയില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ മുഴുവൻ അടച്ചിടുന്ന മാസമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നരകത്തിലേക്ക് ശിക്ഷ നിർത്തിവെക്കുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ കോടതിയിൽ ജനങ്ങളെ ശഫാഅത്ത് ചെയ്ത് സ്വർഗ്ഗത്തിലേക്ക് കടത്തുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നരക ത്തിന്റെ മലക്കുകൾ ചങ്ങലയിൽ കെട്ടി വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. കയ്യിലിരിക്കുന്ന ചങ്ങല കൊണ്ട് മുഖത്തടിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തെത്തുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, കാരുണ്യത്തിന്റെ നേതാവേ, എനിക്ക് ആരുമില്ല നബിയേ, എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ, എന്നെയും കൂടി ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അങ്ങ് ദുആ ചെയ്യണേ നബിയേ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ 2 കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹ്, ഈ ചെറുപ്പക്കാരനെ കൂടി നീ സ്വർഗ്ഗത്തിൽ കടക്കണേ, സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്. ദുആ ചെയ്ത് തീരുമ്പോൾ ആകാശത്ത് നിന്നൊരു ശരീരം കേൾക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ നബിയേ, അവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല നബിയേ, അങ്ങ് ഒരിക്കലും ദുആ ചെയ്യല്ലേ, ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളവരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ നീ അനുമതി തന്നിട്ടുണ്ടല്ലോ അല്ലാഹ്, എന്തേ എന്റെ ദുആ നീ സ്വീകരിക്കാത്തത്? അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്,
അവനിക്ക് വേണ്ടിയിട്ടുള്ള ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. എന്റെ ദുആ സ്വീകരിക്കാതെ തടയുന്ന ഒരു വസ്തു കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അല്ലാഹുവേ എന്റെ ദുആ എന്താണ് സ്വീകരിക്കാത്തത്? ആ വസ്തു ഏതാണ്? ആ സമയം റമളാൻ, ആ സമയം റമളാൻ മാസം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുകയാണ് അല്ലാഹുവിന്റെ റസൂലേ, ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലിയായിരുന്നു പരിശുദ്ധ റമളാൻ. ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയായിരുന്നു നബിയെ. ഓരോ രാത്രിയും 1,00,000 പേരെയാണ് അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് നബിയെ. ഓരോ റമളാനും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 10 ദിനങ്ങൾ നൽകി പാവമേറ്റ് പറഞ്ഞ പാപങ്ങൾ പൊറുക്കാനുള്ള 10 ദിനങ്ങൾ നൽകി, സ്വർഗത്തെ ചോദിച്ചു വാങ്ങാനുള്ള 10 ദിനങ്ങൾ നൽകി. കൊച്ചുകുട്ടികൾ വരെ നോമ്പ് പിടിക്കുന്ന മാസമായിരുന്നല്ലോ റമളാൻ മാസം. എന്നാൽ ഈ മാസം യവൻ നമസ്കരിച്ചിട്ടില്ല യാ റസൂലല്ലാഹ്, നോമ്പ് പിടിച്ചിട്ടില്ല യാ റസൂലല്ലാഹ്. പരിശുദ്ധ റമളാനിനെ അവഹേളിച്ചുകൊണ്ട് പരസ്യമായി തിന്ന് കുടിച്ച് ഉല്ലസിച്ച് നടന്ന ഒരു മനുഷ്യനാണ് യാ റസൂലല്ലാഹ്. ഇവന് വേണ്ടി ദുആ ചെയ്യല്ല നബിയേ, ഇവന് വേണ്ടി ദുആ ചെയ്യല്ല നബിയേ എന്ന് പരിശുദ്ധ റമളാൻ ആ മാസം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ നിങ്ങൾ വേണ്ടതുപോലെ റഹ്മത്തിന്റെ 10 നമ്മൾ നിന്ന് കടന്നിരിക്കുകയാണ്. നമുക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയോ ഇല്ലയോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി മഗ്ഫിറത്തിന്റെ 10 നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ നീ റഹ്മത്തിന്റെ 10 റഹ്മത്ത് കിട്ടിയ ഒരു കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ 10 നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നന്മകൾ നിങ്ങൾ വാരിക്കൂട്ടണേ. എത്രത്തോളം ഇബാദത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇബാദത്ത് നിങ്ങൾ ചെയ്യണേ. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതിയാൽ 100 വർഷം നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. റമളാൻ മാസം അല്ലാഹു നൽകുന്നത് കണ്ടോ? ആരെങ്കിലും ഒരു ആയത്ത് ഓതിയാൽ 100 വർഷം നിസ്കരിച്ചതിന്റെ ഫലമാണ്. ഇത് പറഞ്ഞതാരാണ്? നബിയിനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിൽ ഒരു ഖത്തമെങ്കിലും നിങ്ങൾ പൂർത്തിയാക്കണേ, മറന്നു പോകരുതേ. ഒരു ഖത്തമെങ്കിലും നിങ്ങൾ പൂർത്തിയാക്കണേ. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. റബ്ബേ, പരിശുദ്ധ ഖുർആനിൽ ഖത്തമുകൾ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് റമളാൻ നിങ്ങൾക്ക് അനുകൂലമാകണമെന്ന് എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങൾ റമളാനിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം, പലർക്കും പല ആഗ്രഹങ്ങളാണ്, പല ആവശ്യങ്ങളാണ്. ചിലർക്ക് ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ പൂവണിഞ്ഞ് കിട്ടാൻ ചിലർ ആഗ്രഹിക്കും. അല്ലാഹുവേ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എളുപ്പത്തിൽ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അവ നമ്മുടെ ആവശ്യങ്ങളൊക്കെ എളുപ്പത്തിൽ അല്ലാഹ് പൂർത്തിയാക്കി തരാനുള്ള നല്ല ഒരു അവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപാട് പേര് ജീവിതത്തിന്റെ പല മേഖലകളിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാ മേഖലകളിലും ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ കടക്കാറുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഭവനമില്ലാത്തവരുണ്ട്, മക്കൾക്ക് വിവാഹപ്രായം വെച്ച് നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മക്കളില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട്, അതുപോലെ കച്ചവടക്കാരുണ്ട്. അല്ലാഹുവേ, പലർക്കും പലരുടെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു മഹത്തായ അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ആവശ്യങ്ങൾ ഇൻഷാ അല്ലാഹ്, ആ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മഹാരഥന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളും 7 ദിവസം കൊണ്ട് എളുപ്പത്തിൽ പൂർത്തിയാക്കാനുള്ള ഈസിയായ ഒരു അമലിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു ശനിയാഴ്ച തുടങ്ങി ആ ശനിയാഴ്ച ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പൊ വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച വരെ നമ്മൾ ചെയ്യേണ്ടിയുള്ള ഒരു അമലാണ്. ഇത് വളരെ എളുപ്പമാണ്. ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ദിക്ർ നമുക്ക് എപ്പോഴാണ് ചെല്ലേണ്ടിയുള്ളത്? സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി ചെയ്യാവുന്നതാണ്. ഇത് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും നല്ല സമയം സുബഹിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ രാത്രിയാണ്, പ്രത്യേകിച്ച് പരിശുദ്ധ റമളാനാണ്. അപ്പൊ ഈ ദിക്ർ നമുക്ക് എങ്ങനെയാണ് ചൊല്ലേണ്ടിയുള്ളത്, ഏത് രീതിക്കാണ് ചൊല്ലേണ്ടിയുള്ളത് നമുക്ക് നോക്കാം. മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നു. യാ റഹ്മാൻ യാ റഹീം ശനിയാഴ്ച 100 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. യാ വാഹിദ് യാ അഹദ് ഞായറാഴ്ച 100 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. യാ സമദ് യാ ഫർദ് തിങ്കളാഴ്ച 100 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. യാ ഹയ്യ് യാ ഖയ്യൂം ചൊവ്വാഴ്ച 100 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. യാ ഹന്നാൻ യാ മന്നാൻ ബുധനാഴ്ച 100 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. യാ ദൽ ജലാലി വൽ ഇക്റാം വ്യാഴാഴ്ച 100 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. യാ അല്ലാഹു യാ ഹൂ വെള്ളിയാഴ്ച 100 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ഇത് ചൊല്ലിയിട്ട് നമ്മൾ ഇഖ്ലാസോടെ എന്റെ റബ്ബ് എനിക്ക് നടത്തി തരുമെന്നുള്ള വിശ്വാസത്തോടെ അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളാണിത്. ഈ നാമങ്ങൾ മുൻനിർത്തി ചോദിച്ചാൽ എന്റെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരുമെന്നുള്ള വിശ്വാസത്തോടെ, നല്ല യഖീനോടെ, നല്ല ഉറപ്പോടെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇത് ചൊല്ലി തീർന്നിട്ട് അല്ലാഹ് എന്റെ ഇന്ന ആവശ്യം നീ പൂർത്തിയാക്കണേ അല്ലാഹ്, എന്റെ ഇന്ന ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാഹ്, എന്റെ ഇന്ന ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ഇത് ഓരോ പ്രാവശ്യം ചൊല്ലി തീരുമ്പോഴും എന്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അപ്പൊ 7 ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ചൊല്ലി വരിക. നല്ല ഇഖ്ലാസോടെ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ദിക്റുകൾ എങ്ങനെയാണ് ചൊല്ലേണ്ടിയുള്ളത്? ഒരു ശനിയാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച വരെ മുടങ്ങാതെ ചൊല്ലിയാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച എന്താഗ്രഹവും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുന്നതാണ്. പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധ റമളാൻ ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ പടച്ചവനെ. അല്ലാഹുവേ റഹ്മത്തിന്റെ പദ്ധതികളിൽ നിന്ന് പടച്ചവനെ വിട പറഞ്ഞിരിക്കുന്ന റബ്ബേ നീ റഹ്മത്ത് കിട്ടിയവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദീനാ വലി മശായിഖിനാ വലി അസാതിദിനാ വലി അഹ്ബാബിനാ വലി അശാഇരിനാ വലി ഖബായിലിനാ വലി ജിറാനിനാ ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت أرحم الراحمين. يا الله يا പ്രപഞ്ചസത്താവായ പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും കടക്കാറുണ്ട് റബ്ബേ, കടങ്ങളൊക്കെ നീ വീട്ടണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ നിങ്ങളുടെ ഭവനങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. റബ്ബേ മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകൾ എല്ലാം അല്ലാഹുവേ അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എത്രയോ മക്കൾ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സാലിഹീങ്ങളായ ഇണകളെ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികളിൽ വിശാലമാക്കണേ അല്ലാഹ്. കടക്കാർ ഞങ്ങൾ ആരെയും നീ കടക്കാറാക്കല്ല അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്.
ഞങ്ങളെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിലാണ്, സർവ്വവിധ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും കാക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങൾ എന്തെല്ലാം ഈ മേഖലയിൽ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ വസ്തുക്കൾ, ഞങ്ങളുടെ വീടുകൾ അല്ലാഹുവേ എല്ലാത്തിനും ബർക്കത്ത് നിലനിർത്തണേ അല്ലാ. പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ റഹ്മത്തിന്റെ 10 കഴിഞ്ഞ് എല്ലാവിധ ഖൈറുകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ ഒരുമിച്ച് കൂടുതൽ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.